പതിവ് പോലെ നല്ല കാപ്പിയൊക്കെ കുടിച്ച് നല്ല പത്രവാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. മാതൃഭൂമിയുടെ പ്രധാന വാർത്ത മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. വെടിനിർത്തൽ നിർത്തി എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. സമവായമായി എന്ന് തന്നെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരതാംബ വിവാദം ഒഴിവാക്കാമായിരുന്നു എന്ന് ഗവർണർ. VC നിയമനങ്ങളിൽ കൂടിയാലോചന വേണമെന്ന് മുഖ്യമന്ത്രി. സമാധാന ഇടനാഴി എന്ന അടിക്കുറിപ്പോടുകൂടി ഒരു ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഇടപെടില്ല എന്ന് ഗവർണർ. പ്രതിസന്ധികൾ നിരത്തിയെന്ന് മുഖ്യമന്ത്രി. എന്തായാലും രാജ്ഭവനിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ചിത്രങ്ങളുണ്ട്. എത്ര കാലത്തേക്കാണെന്ന് മാത്രം. ഇതാണ് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത. മലയാള മനോരമയിലെ പ്രധാന ലീഡ് വാർത്തയായി മനോരമ നൽകുന്നത് 10 ലക്ഷം പേർ പുറത്ത്, തദ്ദേശ വോട്ടർമാരുടെ എണ്ണത്തിലും ദുരൂഹ ഇടിവ് എന്നുള്ളതാണ്. 4.5 വർഷം തദ്ദേശ പട്ടികയിൽ നിന്ന് പുറത്തായത് 9.78 ലക്ഷം പേരാണത്രേ. നിയമസഭാ വോട്ടർ പട്ടികയേക്കാൾ തദ്ദേശ പട്ടികയിൽ 10,42,000 ആളുകളുടെ കുറവുണ്ട് എന്നാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കേരളത്തിലെ കാര്യമാണ് കേട്ടോ. ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് 4.5 വർഷത്തിനിടെ 9,78,000 പേർ അപ്രത്യക്ഷരായി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവരെക്കാൾ കുറവാണ് എന്നാണ് ഇപ്പോൾ മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയില്ല. അതെന്തായാലും ദുരൂഹമാണ് എന്നാണ് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രി, പിന്തുണയറിയിച്ച് ഗവർണർ എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി ഗവർണർ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങളിലുണ്ട്. സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു, അവധി രക്ഷയായി. ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിലെ അപകടത്തിൻ്റെ വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ന് പത്രം പ്രധാന വാർത്തയായി നൽകുന്നു. അയൽവാസി തീകൊളുത്തിയ ദമ്പതികളിൽ ഭർത്താവ് മരിച്ച വാർത്തയും ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ക്രിസ്റ്റഫറിനെയാണ്. കൊച്ചിയിൽ വടുതലയിലെ അപകടത്തിൻ്റെ വാർത്തയും പത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് മരണം സംഭവിച്ചൊരു ദിവസമാണ്. ആ മരണ വാർത്തകളെല്ലാം തന്നെ പത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞു. ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചു എന്ന തലക്കെട്ടാണ് വലിയ വാർത്തയായി ദേശാഭിമാനി നൽകുന്നത്. വിതുരയിലാണ് കൊടും ക്രൂരത. ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും ദയ കാട്ടിയില്ല. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് തെളിവ് നൽകിയിട്ടും സമരാഭാസം, കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ്. രോഗിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടയുന്നതിൻ്റെ ദൃശ്യങ്ങളും ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ ആദിവാസി യുവാവ് ചികിത്സ കിട്ടാതെ ദാരുണമായി മരിച്ചു. വിതുര കല്ലൻകുടി ആര്യഭവനിൽ ബിനുവാണ് മരിച്ചത്. ശനിയാഴ്ച പകലാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത ഇറങ്ങേറിയത്. ശനി പകൽ 2:30 ആസിഡ് ഉള്ളിൽ ചെന്ന നിലയിൽ ബിനുവിനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആംബുലൻസിൽ അടിയന്തരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങവെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് തടഞ്ഞത്. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ആരോപിച്ചായിരുന്നു ജീവൻ വെച്ചുള്ള മനുഷ്യത്വരഹിതമായ ക്രൂരത. വാഹനത്തിൽ അത്യാസന്ന നിലയിലുള്ള രോഗിയുണ്ടെന്നും തടയരുതെന്നും ബിനുവിന്റെ ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ കരുണ കാട്ടിയിട്ടില്ല എന്നാണ് പത്രം പറയുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസുകാരുടെ നിലപാട് വാഹനത്തിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രോഗിയുണ്ടെങ്കിൽ അത് വളരെ വലിയ ക്രൂരതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രധാന തലക്കെട്ട്. മാധ്യമത്തിലെ പ്രധാന വാർത്ത ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച തന്നെയാണ്. കണ്ടു മടങ്ങി എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും വിവാദ പ്രസംഗവുമായി വെള്ളാപ്പള്ളി. നമ്മൾ ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കാണാനില്ല. എന്നാൽ മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗമുണ്ട്. ഭരണ സംവിധാനത്തെ ചില സമുദായ നേതാക്കൾ വെല്ലുവിളിക്കുന്നു. നിർഭയനായ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് വെള്ളാപ്പള്ളിയുടെ വലിയ പ്രത്യേകതയെന്ന് മന്ത്രി വാസവൻ പറയുന്നു. പിന്നീട് ഹൈബീഡൻ പുകഴ്ത്തുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാധ്യമം പത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദ്രികയുടെ പ്രധാന തലക്കെട്ട് വെള്ളാപ്പള്ളിക്ക് വളമിടുന്നത് CPM എന്ന തലക്കെട്ടോടു കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ ചുവയുള്ള പ്രസ്താവനകളെ ചന്ദ്രിക വാർത്തയാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടം തകർന്നു, ഒഴിവായത് വൻ ദുരന്തം എന്ന തലക്കെട്ടിൽ ആ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങും എന്ന വാർത്തയുമുണ്ട്. ഇനി ദേശീയ പത്രമായ ദ ഹിന്ദുവിലേക്ക് പോയാൽ പ്രധാന വാർത്ത ഓപ്പൺ ടു ഡിബേറ്റ് ഓൺ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പാർലമെന്റ് ഗവൺമെന്റ്. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചു എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിന്റെ സമ്മേളനം തുടങ്ങാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട്. പ്രധാന വാർത്തയായി ദ ഹിന്ദു പത്രം ആ വാർത്ത കൈകാര്യം ചെയ്തു. കൈലാഷ് മാനസരോവർ യാത്ര ഗിവിംഗ് എ ന്യൂ ഇംപെറ്റസ് ടു ടൈസ് ചൈനീസ് എൻവോയ് എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ.